ഫ്രണ്ട്സ്, അസ്സലാം വലൈക്കും. ഇന്ന് നമ്മൾ വന്നിട്ടുള്ള നല്ലൊരു മട്ടൻ മന്തിയുടെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ ഫുൾ ലെഗ് പീസ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൊന്ന് പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതാ നമ്മളതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഇതാ ഫുള്ളായിട്ടുള്ള ഒരു ലെഗ് പീസ് ഇതുപോലെ വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മളൊരു മസാല വേണം. നിങ്ങൾ നല്ല നെയ്യും നല്ല ടെൻഡറായിട്ടുള്ള ലെഗ് പീസാണ് എടുക്കേണ്ടത്, എന്നാലാണ് ടേസ്റ്റി ആവുകയുള്ളൂ. നമ്മളിതിലേക്ക് മല്ലി എടുത്തിട്ടുണ്ട് 2 ടേബിൾ സ്പൂൺ, 1.5 ടേബിൾ സ്പൂൺ കുരുമുളക്, 2 ബേ ലീഫ്, 6-7 കുരുമുളക്, ഒരു 5-6 നമ്മുടെ കറിയാമ്പുല്ലേ അതും, പിന്നെ കറുകപ്പട്ടയും. ഇത്രയുള്ള എടുത്തിട്ട് അതൊന്ന് മിക്സിയിൽ പൊടിച്ചെടുക്കാനുള്ളതാണ്. കൂടെ തന്നെ നമുക്ക് ഒരു 6 വെളുത്തുള്ളി, ചെറിയൊരു കഷ്ണം ഇഞ്ചി നമുക്ക് വേണം. ആദ്യം നമ്മൾ മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് എല്ലാ ഓൾ സ്പൈസസും ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ മസാലകൾ വലുതുള്ളത് ഒന്ന് ക്രഷ് ചെയ്ത് കൊടുക്കണം കേട്ടോ. മിക്സിയിൽ ബ്ലോക്കായിട്ട് നിൽക്കും, ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. എന്നിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ പൊടിച്ച് കഴിഞ്ഞതിന് ശേഷം ഈ വെളുത്തുള്ളി ഇഞ്ചി ഇല്ലേ അതൊന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് നരയാനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ഈ മട്ടൻ്റെ ഈ ലെഗ് പീസിലേക്ക് ഈ മസാല ഇട്ട് കൊടുക്കണം. ഇതിൽ 1.5 ടേബിൾ സ്പൂൺ നമ്മൾ ഈ മസാല മാറ്റി വയ്ക്കണം. അത് നമുക്ക് അടുത്ത ഒരു കാര്യം ചെയ്യുന്നതിന് വേണ്ടിയാണ്. എന്നിട്ട് ഞാൻ ചെറുനാരങ്ങയുടെ നീരാട്ടോ ഫുള്ളായിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഒരുപാട് ഉപ്പ് വാരി ഇടരുതേ. എന്നിട്ട് നമ്മൾ ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതിലേക്ക് മസാല ഒന്ന് തേച്ച് പിടിപ്പിക്കണം. ഞാൻ അതിനായിട്ട് ഫോർക്ക് കൊണ്ടൊന്ന് കുത്തി കൊടുത്തിട്ടുണ്ട്, ഇടയ്ക്കൊന്ന് വരഞ്ഞൊക്കെ ഒന്ന് കൊടുത്തിട്ടുണ്ട്, ഉപ്പും പുളിയൊക്കെ ഒന്ന് കയറാനായിട്ട്. ഇത് ഞാൻ തേച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ അല്ല സൂക്ഷിക്കണത്, പെട്ടെന്ന് ഉണ്ടാക്കാനായിട്ട് 1/2 മണിക്കൂർ ഞാൻ ഫ്രീസറിൽ വെക്കും. നിങ്ങൾക്ക് വൈകുന്നേരമൊക്കെ ഉണ്ടാക്കാനാണെങ്കിൽ രാവിലെ മസാലയൊക്കെ തേച്ച് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി കേട്ടോ. എന്നിട്ട് ഞാനിതാ കുക്കറിൽ വെക്കാനുള്ളത് ഇതുപോലെ ഒരു പാനിൽ വെച്ചിട്ടാണ് കാണിക്കുന്നത്. നമുക്ക് പശുവിൻ നെയ്യോ ബട്ടറോ ഏതാണെന്ന് വെച്ചാൽ, സൺഫ്ലവറോ ഏതാണെന്ന് വെച്ചാൽ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ആദ്യം ഇട്ട സ്പൈസസ് ഇല്ലേ അതിൻ്റെ എല്ലാം കുറച്ച് വീതം ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമ്മൾ അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും മീഡിയം സൈസ് 2 സവാള ചെറുതാക്കി കുനുകുനാന്ന് അരിഞ്ഞിട്ട് നമ്മളിട്ട് കൂടെ പെട്ടെന്ന് വാടിക്കിട്ടു കേട്ടോ. നമുക്കിപ്പോൾ ഇതിൽ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ഓരോ കാര്യങ്ങൾ ചേർക്കുന്നതുകൊണ്ട് തന്നെ ഉപ്പിൻ്റെ ആവശ്യമില്ല. ഇതാ നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി 3 വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചി 3 പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വാടിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് അത്യാവശ്യം നല്ല വലിയൊരു ക്യാപ്സിക്കം ചെറുതായിട്ട് കഴിഞ്ഞാൽ അതും ചേർത്ത് അതും ഒന്ന് വാടി കഴിയുമ്പോഴത്തേക്കും നമുക്ക് തക്കാളി, നല്ല പഴുത്ത തക്കാളി വേണം. പഴുത്ത തക്കാളി ചെറുതായിട്ട് ഇതുപോലെ അരിഞ്ഞു കൊടുത്താൽ പെട്ടെന്ന് വാടി കിട്ടും. എന്നിട്ട് ഇതിനെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് കേട്ടോ, ഒരുപാട് വാരിയിടരുത്, കുറച്ച് ഉപ്പ് ഇട്ടിട്ട് അതിനെ മൊത്തത്തിലൊന്ന് മിക്സാക്കി ഒന്ന് മൂടി വെച്ചാൽ ഒരു മിനിറ്റ് മൂടി വെച്ചാൽ ഇതുപോലെ സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇതിലേക്ക് നമ്മൾ മാഗി ക്യൂബ് 2 ഒന്ന് ജസ്റ്റ് കൈ കൊണ്ട് ഒന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കണേ, പെട്ടെന്ന് മെൽറ്റാനായിട്ട്. മൊത്തത്തിൽ ഒരു 1-1.5 മിനിറ്റ് ഇളക്കണം. എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള 1.5 ടേബിൾ സ്പൂൺ നമ്മുടെ മട്ടൻ്റെ മസാല അല്ലേ അതും കൂടി ഇതിൽ ചേർത്തിട്ട് മൊത്തത്തിൽ നല്ല മിക്സാക്കി ചെറിയ തീയിലിട്ടിട്ട് ഇതുപോലെ നന്നായിട്ട് വാട്ടിയെടുത്തതിന് ശേഷം നമ്മൾ വെക്കാൻ പോണ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിതാ ഫ്രീസറിൽ നിന്ന് ആ മട്ടൺ എടുത്ത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എനിക്ക് ഇത് വേവിക്കുമ്പോൾ വെള്ളം ഇറങ്ങി വരാൻ ഒരു സാധ്യതയില്ല. അപ്പോൾ പെട്ടെന്ന് കഴുകി വാരി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 2 വിസിൽ വന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മൾ മീഡിയം ടു ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒരു 4 വിസിലും കൂടി വരുത്തി വേവിച്ചെടുക്കണം. അങ്ങനെ വെന്ത് വന്ന മട്ടനെ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുവാണ്. നമുക്കൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാനുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ പാനൊന്ന് താഴെ വീണു കേട്ടോ, അതൊന്ന് ഇതായിപ്പോയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ തോന്നണം. ഇനി ഇതിനെ നമുക്കൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ മസാല ഇതൊന്ന് നമുക്ക് ഇത്ര കിട്ടിയിട്ട് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ചോറ് വയ്ക്കാനുള്ള ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ, ഒരു 1-1.5 സ്പൂണൊക്കെ മതി. എന്നിട്ട് അതിലേക്ക് നമ്മളുടെ ഈ വേവിച്ച് വെച്ചിട്ടുള്ള ലെഗ് പീസില്ലേ അതൊന്ന് ഷാലോ ഫ്രൈ കേട്ടോ, ഒരുപാട് നേരം നിർത്തും ആവശ്യമില്ല. ഒന്ന് തിരിച്ച് മറിച്ച് നിന്നിട്ട് എടുക്കുമ്പോൾ നമുക്കറിയാം പെട്ടെന്ന് അത് മുരിഞ്ഞ് വരും. അതെടുത്ത് മാറ്റിയതിന് ശേഷം നമ്മൾ ആ വെന്ത വെള്ളമില്ലേ, നമ്മുടെ മട്ടൺ കിടന്ന് വെന്ത ആ മസാല
നമ്മൾ ഈ പാത്രത്തിലേക്ക് ഊറ്റി കൊടുക്കണം. ഞാൻ ഒരു കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ലോങ് റൈസാണിത് കേട്ടോ, നല്ല അരി തന്നെ എടുക്കണം. എന്നിട്ട് നമ്മളിതിലേക്ക് ഞാൻ കുതിർത്തി ഒരു 3/4 മണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ച, കഴുകിയതിന് ശേഷം സോക്ക് ചെയ്ത് വെച്ച് പിന്നെ ഇതുപോലെ ഈ ട്രെയിൻ ചെയ്യുന്ന പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ള അരിയാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. പിന്നെ പെട്ടെന്ന് ഇടുന്ന അരിയാണെങ്കിൽ നിങ്ങൾ 1.25 ഗ്ലാസ് അരി, ഒരു കപ്പിന് 1.25 കേട്ടോ, അങ്ങനെ ഇടണേ. എന്നിട്ട് ഞാൻ ഇതിലേക്ക് അരി ഇട്ട് കൊടുത്തതിന് ശേഷം അതാ വെള്ളമൊക്കെ കറക്റ്റ് എടുത്ത് ചെറുനാരങ്ങ നീര്, ഒരു അരമുറി ചെറുനാരങ്ങ നീരാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് കേട്ടോ, നോക്കിയിട്ട് വേണം ഇടാനായിട്ട്. അതും കൂട്ടി എൻ്റെ ഒരു കപ്പിന് 1.5 കപ്പ്, അതായത് 4 കപ്പിന് 6 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതാ ആദ്യം 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മളതൊന്ന് മൂടി തുറന്ന് നമ്മൾ ഇളക്കി കൊടുക്കണം. ഇത് 2ാമത്തെ ട്രിപ്പാട്ടോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ കുറച്ച് വെള്ളത്തിൻ്റെ അംശങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്കിത് മൊത്തത്തിൽ ഇളക്കി കൊടുക്കുമ്പോൾ നമുക്കിത് അറിയാം ഇത് വെന്തിട്ടില്ല എന്ന്. അപ്പോൾ നമ്മളിതൊന്ന് മൊത്തത്തിൽ അടി മുതൽ ഇളക്കി ഒന്ന് തട്ടിയിട്ട് നോക്കുമ്പോൾ നമുക്ക് ഉള്ളരി ഒന്ന് പൊട്ടാനുണ്ട്. ഞാൻ ഒന്നുകൂടി ഒരു 3 മിനിറ്റ് കൂടി വെച്ചപ്പോൾ ടോട്ടൽ ഒരു 9 മിനിറ്റ് കൊണ്ട് എനിക്ക് ഈ നമ്മളെ മന്തി റൈസ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റും അടിപൊളി മണം കേട്ടോ. നല്ല റൈസ് തന്നെ എടുക്കണം. പിന്നെ നമ്മളെ മട്ടൺ നല്ല നെയ്യും ഒക്കെ ഉണ്ടെങ്കിലാണ് ഇതിന് പ്രത്യേക ഒരു ടേസ്റ്റും കൂടി വരിക. എന്നിട്ട് ഞാൻ 1/2 കപ്പ് ഉണക്കമുന്തിരിയില്ലേ, അത് കുറച്ച് നെയ്യിലൊന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട്, ഒന്ന് ഫ്രൈ ചെയ്തിട്ടുണ്ട്. അതൊന്ന് മുകളിലൊന്ന് സ്പ്രെഡാക്കി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് മൊത്തത്തിൽ സ്പ്രെഡാക്കിയതിന് ശേഷം നമ്മൾ മട്ടൺ ഇതിൽ കൊണ്ടുപോയി വെച്ചേക്കുക. എന്നിട്ട് വെറുതെ ഒരു 5 മിനിറ്റൊക്കെ ഒന്ന് മൂടി വെച്ചാൽ മതി കേട്ടോ. അപ്പം നമ്മുടെ പരിപാടി ഇവിടെ തീർന്നിട്ടുണ്ട് കേട്ടോ. പയ്യെ ഇതുപോലെ അമർത്തി കൊടുക്കുക. എന്നിട്ട് വേണം നമുക്ക് ഒന്ന് മൂടി വയ്ക്കുമോ. മൊത്തത്തിലായിട്ടുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു അലുമിനിയം ഫോയിൽ വെച്ച് കുറച്ച് നേരം ചാർക്കോളൊക്കെ ചെയ്യണമെങ്കിൽ ചെയ്യാം. ഞാനതൊന്നും ചെയ്യുന്നില്ല കേട്ടോ, എന്നാൽ അല്ലാതെ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ആക്കി കൊടുക്കുക. ഇനി അടുത്ത റെസിപ്പിയായിട്ട് കാണുന്നവരെ മാസ്സലാമ.